Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ റേഡിയോ മലയാളം 98.6-ൽ റേഡിയോ ലൈബ്രറി തുറക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ രതീഷ്. നോവലുകൾ ഒരുപാട് സിനിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടി തന്നെയാണ്. നിരവധി നോവലുകൾ സിനിമകളായി അത് ഹിറ്റും ആയിട്ടുണ്ട്. നമുക്ക് പഴയ കാലത്തെ നോവലിലേക്ക് പോകാം. പി കേശവദേവ് എഴുതിയ ഓടയിൽ നിന്ന്. ഈ ഒരു പേര് തന്നെയാണ് സിനിമയ്ക്കും കൊടുത്തിരിക്കുന്നത്. സത്യനും പ്രേം നസീറും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ നോവൽ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ബിജു പി മംഗലമാണ്. നമസ്കാരം ബിജു പി മംഗലം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നന്ദി രതീഷ്. ഇതെനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ സിനിമയായിരിക്കും കേട്ടിട്ടുണ്ടാവും, ഈ പുസ്തകത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ്. മലയാളത്തിന്റെ ഈ ക്ലാസിക് നോവലുകൾ എന്ന് പറയുന്ന ആ ശ്രേണിയിൽ പെടുന്ന ഒരു പുസ്തകമാണ്. അതിലുപരിയായിട്ട് ഈ പുസ്തകത്തിന് എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിന്റെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നോവൽ സാഹിത്യത്തിന്റെ ഒരു ഭാവുകത്വ പരിണാമത്തെ അടയാളപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഈ അതിനു മുമ്പുള്ള നമ്മുടെ പുസ്തകങ്ങളിലെ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ രാജഭരണത്തെയോ അല്ലെങ്കിൽ രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുരാണ കഥകളുമൊക്കെ വിഷയീഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങളിലേക്ക് മലയാള സാഹിത്യം ഇറങ്ങി വന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പരിണാമത്തെ അല്ലെങ്കിൽ ഗതി മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഓടയിൽ നിന്ന്. അതാണ് ഏറ്റവും വലിയ സവിശേഷത ഈ പുസ്തകത്തിന്റെ. എഴുത്തുകാരനെ പറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ്. നിരവധി നോവലുകളാണ് അദ്ദേഹത്തിന്റെ. ഈ പറഞ്ഞ പോലെ എല്ലാം ക്ലാസിക് നോവലുകൾ എന്ന് പറയാൻ പറ്റും. തീർച്ചയായും. ഈ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവലിനോടൊപ്പം തന്നെ പ്രമുഖമായിട്ടുള്ള മറ്റു നോവലുകൾ എന്ന് പറയുന്നത് അയൽക്കാർ എന്ന് പറയുന്ന നോവൽ, അതും വളരെ പ്രശസ്തമായ ഒരു നോവലാണ്. അധികാരം, ഭ്രാന്താലയം, ആദ്യത്തെ കഥ, ആർക്ക് വേണ്ടി, അങ്ങനെ നിരവധി 20ഓളം നോവലുകൾ എഴുതിയ ഒരു നോവലിസ്റ്റ് കൂടിയാണ് കേശവദേവ്. അതായത് നോവലിസ്റ്റ് എന്ന ആ ഒരു കള്ളിയിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നതല്ല. ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു പ്രഗത്ഭനായ, നമ്മുടെ ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന സാഹിത്യകാരന്മാരുടെ പേര് പറയുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത ഏറെയുള്ള ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഒരു കൃതി പരിചയപ്പെടുത്താൻ കഴിയുന്നതൊക്കെ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ റേഡിയോ ലൈബ്രറിയിലൂടെ പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടുത്തറിയാനായിട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാള സാഹിത്യത്തിന്റെ, വിശേഷ നോവൽ സാഹിത്യത്തിന്റെ ഒരു ഭാവുകത്വ പരിണാമത്തെ അടയാളപ്പെടുത്തിയ കൃതിയായിട്ടാണ് നമ്മൾ ഓടയിൽ നിന്ന് എന്ന കൃതി, ആ നോവലിനെ പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അക്കാലം വരെയുള്ളൊരു വായനകളിൽ പശ്ചാത്തലമായതും അല്ലെങ്കിൽ കഥാതലമായതും ഒക്കെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഉപരിവർഗ ജീവിതധാരകളായിരുന്നു. ആ ഇടത്തേക്കാണ് തകഴി, ബഷീർ, കേശവദേവ് എന്നീ സാഹിത്യ കുലപതികളിലൂടെ അവരുടെ സാഹിത്യ കൃതികളിലൂടെയൊക്കെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നവാനുഭവങ്ങൾ അരിച്ചിറങ്ങാൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് തൊട്ടുമുമ്പും സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യയിലെ സാഹിത്യ മുന്നേറ്റങ്ങളിൽ പ്രധാനമായും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ കണ്ടുകൊണ്ടുള്ള സാഹിത്യ രചനകളുമായിട്ട് പുരോഗമന സാഹിത്യകാരന്മാർ കളം നിറഞ്ഞപ്പോൾ അവരുടെ പ്രമേയങ്ങളിൽ സ്വാഭാവികമായും നിറഞ്ഞു നിന്നത് ജന്മിത്വവും സാമൂഹിക അസംഘടിതാവസ്ഥകളും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ തന്നെയായിരുന്നു. തകഴിയുടെ രണ്ടിടങ്ങഴി, കയർ, ചെമ്മീൻ, ബഷീറിന്റെ മതിലുകൾ, ബാല്യകാല സഖി, എന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാർന്നു, വിശപ്പ്, ജീവിത നിഴൽപ്പാടുകൾ, കേശവദേവിന്റെ ദീനാമ്മ, ഓടയിൽ നിന്ന്, അയൽക്കാർ, ഭ്രാന്താലയം, റൗഡി, കണ്ണാടി, സ്വപ്നം, ഞുണ്ടിയുടെ കഥ, വെളിച്ചം കേറുന്നു, എങ്ങോട്ട് തുടങ്ങിയ കൃതികളൊക്കെ ജീവിതഗന്ധികളായ പ്രമേയാവതരണങ്ങളാൽ ശ്രദ്ധേയമായ സാഹിത്യ രചനകളായിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലത്തോ സ്വാതന്ത്ര്യ പൂർവ്വകാലത്തോ സാഹിത്യ രചനകളിൽ വിഷയീഭവിക്കാത്ത മനുഷ്യ ജീവിതങ്ങളെക്കുറിച്ചാണ് പി കേശവദേവ് എന്ന സാഹിത്യകാരൻ നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നത്. മലയാള സാഹിത്യത്തിന്റെ വായനാ പരിസരങ്ങളിലേക്ക് പലപ്പോഴും പറയാറുണ്ട് നമ്മൾ. മണ്ടൻ മുത്തപ്പ, പൊൻകുരിശ് തോമ, ആനവാരി രാമൻ നായർ, ഒറ്റക്കണ്ണൻ പോക്കർ തുടങ്ങി നിരവധി പ്രാന്തവൽകൃത ജീവിതങ്ങളെ കൊണ്ടുവരാനുള്ള ധൈര്യം കാട്ടിയത് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നുവെങ്കിൽ മലയാള സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് തെണ്ടികളെയും വഴിവിട്ട ജീവിതം നയിക്കുന്നവരെയും റിക്ഷാക്കാരെയും തുടങ്ങി മുഖമില്ലാത്തവരോ വരേണ്യവർഗങ്ങളാൽ തിരസ്കൃതരായവരോ ആയ വിഭാഗങ്ങളെ കൂടി കൈപിടിച്ചു കയറ്റുവാനുള്ള ഉള്ളുറപ്പ് കാട്ടിയത് കേശവദേവായിരുന്നു. മനുഷ്യ വേദനകളും ദുരിതങ്ങളുമാണ് കേശവദേവിനെ എന്നും അലട്ടിയിരുന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ അലിയുന്ന മനസ്സും
മാനവികാശയങ്ങളോടുള്ള ആഭിമുഖ്യവും കേശവദേവിനെ അധ്വാനിക്കുന്നവരുടെ ഓരം ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരനായി മാറ്റുകയായിരുന്നു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകൃത്ത്, തൊഴിലാളി സംഘടനാ നേതാവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന സാമൂഹിക പരിഷ്കരണമാണ് കേരളത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് എന്ന് വാദിച്ചിരുന്ന സാഹിത്യകാരൻ കൂടിയായിരുന്നു കേശവദേവ്. സാമൂഹ്യ തിന്മകളെ എക്കാലവും ശക്തിയുക്തം എതിർത്തതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എതിർപ്പെന്നാണ്. എതിർത്ത് നിൽക്കുന്ന എല്ലാ സാമൂഹ്യ തിന്മകളെയും എതിർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കേശവദേവ് എന്നുകൊണ്ടാവും അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് ആ പേര് തന്നെയാണ് അദ്ദേഹം നൽകിയിരുന്നത്. എതിർപ്പെന്ന പേരാണ് നൽകിയിരുന്നത്. ജാതിമത ചിന്തകളിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ചിരുന്ന കേശവദേവ് തന്റെ ജാതിവാൽ മുറിച്ചാണ് തന്റെ പേര് തന്നെ സ്വീകരിച്ചത്. കേശവദേവിന്റെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. 1944 ഓടയിൽ നിന്ന് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ആ കാലത്ത് തന്നെ വായനക്കാർക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ രചനയ്ക്ക് കഴിഞ്ഞിരുന്നു. തുടർന്ന് 20ഓളം നോവലുകൾ കേശവദേവ് രചിച്ചു. കേശവദേവിന്റെ ഒട്ടുമിക്ക രചനകളുടെ പാത്ര സൃഷ്ടികളിലും കഥാകാരനെ നമുക്ക് കൃത്യമായി വിവേചിച്ചറിയുവാൻ കഴിയും. തന്റെ ജീവിത വഴികളിലെ തീക്ഷ്ണാനുഭവങ്ങളുടെ നേർപകർപ്പുകളായാണ് ദേവിന്റെ പല കഥാപാത്രങ്ങളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും വഴികളിലൂടെ ജീവിതത്തിന്റെ ഏറിയ പങ്കും സഞ്ചരിച്ചിരുന്ന ആളായിരുന്നു കേശവദേവ്. ചെറുപ്പകാലത്ത് വിശപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആഹാരം എപ്പോൾ കിട്ടുമെന്നോ കിട്ടുന്ന ആഹാരം എന്തായിരിക്കുമെന്നോ നിശ്ചയമില്ലാതിരുന്ന കാലം. പല നേരങ്ങളും പട്ടിണിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്ന ബാല്യ കൗമാരങ്ങളിൽ വ്യവസ്ഥിതിയുടെ നീതി നിരാസങ്ങളോട് തോന്നിയ ക്ഷോഭം തന്നെയാണ് എതിർപ്പിന്റെ തീപ്പൊരി കേശവദേവിന്റെ മനസ്സിലേക്ക് നിക്ഷേപിച്ചത്. അന്ന് തന്നിൽ രൂപപ്പെട്ട അപകർഷതാബോധത്തെക്കുറിച്ച് കേശവദേവ് തന്റെ ആത്മകഥയായ എതിർപ്പിൽ കുറിച്ചുവച്ചിട്ടുണ്ട്. കേശവനറിയാതെ തന്നെ അവനിൽ ഒരു അപകർഷതാബോധം കടന്നുകൂടിയിരുന്നു. ആ അപകർഷതാബോധത്തിൽ നിന്നുത്ഭവിച്ച ധിക്കാരമായിരുന്നു പലതിനോടുമുള്ള അവന്റെ എതിർപ്പിന്റെ അടിസ്ഥാനം. അവന് നല്ല വസ്ത്രങ്ങളില്ല, നല്ല ആഹാരമില്ല. അവന് ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും മക്കളുടെ ഇടയിൽ തുല്യതയില്ല, പരിഗണനയില്ല. നല്ല ആഹാരവും പ്രത്യേക പരിഗണനകളും ഉള്ളവരോടെല്ലാം അവന് അടക്കിയാലടങ്ങാത്ത അസൂയുണ്ടായി. ഓടയിൽ നിന്നിൽ പപ്പുവിന്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിന്റെ നേർചിത്രവും ഇതുതന്നെയായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ളയുമായി ഉണ്ടായിരുന്ന സഹവാസവും ചങ്ങാത്തവും കേശവദേവിന്റെ എഴുത്തിന്റെ ഗതി നിർണയിച്ച ഘടകങ്ങളാണ്. ഇത്തരത്തിൽ കുറുകിക്കൂടിയ ചിന്തകളുടെ തിളച്ചു തൂകലുകൾ തന്നെയായിരുന്നു ദേവിന്റെ ഓരോ രചനകളും. അതിൽ പ്രമുഖമായ കൃതിയാണ്, ഒരളവ് വരെ കേശവദേവിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൃതിയാണ് ഓടയിൽ നിന്ന്. ഓടയിൽ നിന്നിലെ നായക കഥാപാത്രമായ പപ്പുവിന്റെ സ്വഭാവത്തിൽ കേശവദേവിന്റെ ആദർശാത്മകതയും കലാപവാസനയും അഭിമാനബോധവും വ്യത്യസ്ത അനുപാതങ്ങളിൽ നിഴലിക്കുന്നത് നമുക്ക് കൃത്യമായി തിരിച്ചറിയുവാൻ കഴിയും. എതിർപ്പിന്റെയും തൻപോരിമയുടെയും മുഖമായ പപ്പു എന്ന പാത്ര സൃഷ്ടിയിലൂടെ കേശവദേവ് ഒരു വലിയ വെല്ലുവിളിയാണ് ഏറ്റെടുത്തതെങ്കിലും പിൽക്കാലത്ത് അധ്വാനത്തിന്റെ മഹത്വത്തിലും ആത്മവിശ്വാസത്തിന്റെ നിലപാട് തറകളിലും രൂപപ്പെടുത്തിയ ഈ നായക സൃഷ്ടി ഏറെ പ്രശംസകൾക്ക് പാത്രമായിട്ടുണ്ട്. തകഴിയുടെ രചനകളിലും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും പപ്പുവിന്റെ ഉശിരോ വീര്യമോ നമുക്കവിടെ കണ്ടുകിട്ടുകയില്ല. മറിച്ച് കരുണ തേടുന്നതോ അല്ലെങ്കിൽ കരുണാർദ്രമായതോ ആയ ഇടപെടലുകളുടെ തലങ്ങളെയാണ് ആ കഥാപാത്രങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓടയിൽ നിന്നെന്ന നോവൽ ഇന്ന് വായിക്കുമ്പോൾ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ഓരോ സാഹിത്യകൃതിയും അത് രൂപപ്പെട്ട കാലഘട്ടത്തിന്റെ കണ്ണാടിയാണെന്ന സാമാന്യ തത്വം ഉള്ളിലുറപ്പിച്ച് വായിക്കുമ്പോഴാണ് ഈ കൃതി അന്നത്തെ വ്യവസ്ഥിതിയോടുള്ള കലഹിക്കലോ പ്രതിഷേധമോ പ്രതിരോധമോ ഒക്കെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഏറെ വായനകളിലൂടെ കടന്നുപോയിട്ടുള്ള കൃതി ആയതിനാൽ തന്നെ കഥാതന്തു സ്പർശിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തന്നെ കരുതുകയാണ്. ചെറുപ്പത്തിലെ അനാഥത്വം രൂപപ്പെടുത്തിയ ലക്ഷ്യബോധമില്ലാത്ത ജീവിതം നയിക്കുന്ന റിക്ഷാ തൊഴിലാളിയായ പപ്പു ഒരു പെൺകുട്ടിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് അവളെ ഏറ്റവും ഉന്നതങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതും ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം വീണ്ടും അനാഥനായി അലക്ഷ്യനായി നടന്നു മറയുന്നതുമാണ് ഓടയിൽ നിന്നിന്റെ രത്ന ചുരുക്കം. തന്റെ റിക്ഷ തട്ടി ഓടയിലേക്ക് വീണുപോകുന്ന ഒരു കൊച്ചു പെൺകുട്ടിയോട് ഏത് റിക്ഷാക്കാരനും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും പപ്പുവിന്റെ പ്രവൃത്തി വ്യത്യസ്തമാകുന്നത് ഓടയിൽ നിന്ന് രക്ഷിക്കുന്നതിൽ മാത്രമല്ല, തുടർന്നുള്ള ലക്ഷ്മിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ രക്ഷകനായി പപ്പു മാറുന്നതിലുമല്ല, മറിച്ച് ആ ശ്രമങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന എല്ലാറ്റിനെയും ശാരീരികമായും മാനസികമായും എതിർത്ത് തോൽപ്പിക്കുവാനും പപ്പുവിനു കഴിയുന്നു എന്നിടത്താണ് ആ വ്യത്യസ്തത പ്രകടമാകുന്നത്.
ഒടുവിൽ ലക്ഷ്മിയും അവളുടെ അമ്മ കല്യാണിയും തന്നിൽ നിന്നകലുന്നതിൽ വേദനിച്ച് അയാൾ ജീവിതത്തിൽ നിന്ന് തന്നെ അകന്നു പോവുകയാണ്. അനന്തതയിലേക്ക് ചുമച്ചു നീങ്ങുന്ന ആ രൂപം ആത്യന്തികമായ ജീവിത നിരർത്ഥകതയെ തന്നെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. നിരവധി ശക്തികളാൽ ഒരേ സമയം ആക്രമണം നേരിടുന്നവനാണ് പപ്പു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, സാമൂഹിക തിരസ്കരണങ്ങൾ, അവസാനകാലം കൂട്ടിനെത്തുന്ന മാറാരോഗം, അങ്ങനെ പലതും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം തന്നെ പകർന്നേകുമ്പോഴും തന്റെ ഇച്ഛാശക്തിക്കും അഭിമാനബോധത്തിനും സ്വാതന്ത്ര്യത്തിനുമെതിരെ ആരും ശബ്ദമുയർത്തരുത് എന്നയാൾ അമിതമായി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചുമടിന് 2 അണ കൂലി കിട്ടി. പപ്പു അതും കൊണ്ട് ഒരു ചായക്കടയിൽ കയറി ചായയും പലഹാരവും വാങ്ങി കഴിച്ചു. എന്നിട്ട് അവൻ പിന്നെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഒരു പുതിയ കൂലിയുടെ ആവിർഭാവം മറ്റു കൂലികൾക്ക് അത്ര സുഖമായില്ല. അവരിലൊരുവൻ പപ്പുവിനോട് ചോദിച്ചു, നീ ഏതാടാ? ആ ചോദ്യത്തിനുള്ള ധിക്കാരം പപ്പുവിന് രസിച്ചില്ല. എങ്കിലും അവനത് ക്ഷമിച്ചു. ഞാൻ കുറെ അകലെ ഉള്ളതാ. നീ എന്തിനാ ഇവിടെ വന്നത്? വെറുതെ വന്നവന് തീവണ്ടി ആപ്പീസിൽ എന്താ കാര്യം? പപ്പുവിന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. അവൻ അങ്ങോട്ടൊരു ചോദ്യം വിട്ടു, നിനക്കെന്താ ഇവിടെ കാര്യം? ഈ പപ്പുവിന്റെ സ്വഭാവഘടനയില് ആരെയും കൂസാത്ത, ആർക്കു മുന്നിലും തലകുനിക്കാത്ത ഒരു ധിക്കാരി കുടികൊള്ളുന്നുണ്ട്. പല കഥാസന്ദർഭങ്ങളിലും പ്രകടമായി തന്നെ ആ ധിക്കാരി വെട്ടപ്പെടാറുമുണ്ട്. ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ സന്നദ്ധനായ ഗോപിനാഥ് പപ്പുവിന്റെ കയ്യിൽ ഒരു കവർ കൊടുത്തിട്ട് പറയുന്നു, എന്റെ വിനീതമായ ഒരു സംഭാവനയാണിത്. തുടർന്നുള്ള രംഗം കേശവദേവ് ഇങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പപ്പു കവർ പൊളിച്ചു നോക്കി. അയാൾ ഹാസ്യസൂചകമായ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, ഇതാണോ സംഭാവന? ഇത്തരം സംഭാവനയൊന്നും എനിക്ക് വേണ്ട. ഇതങ്ങ് കൊണ്ടുപോയിക്കോളൂ. ബഹുമാനപൂർവ്വം ചെയ്യുന്ന സംഭാവന തിരിച്ചു തരുന്നത് സങ്കടമാണ്. കുഞ്ഞെ, ഞാൻ ഇങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല. എങ്കിൽ ലക്ഷ്മിയുടെ പേരിൽ ഇത് സ്വീകരിക്കണം. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. പപ്പുവിന്റെ മുഖഭാവം മാറി. നിൽക്കണം അവിടെ, അയാൾ ആജ്ഞാപിച്ചു. ഗോപി തിരിഞ്ഞു നിന്നു. അയാളുടെ നേരെ കവർ നീട്ടിപ്പിടിച്ചുകൊണ്ട് പപ്പു അടുത്തു ചെന്നു. വേല ചെയ്തും കൂലി വാങ്ങിയും ശീലിച്ച കയ്യായത്. ഈ കൈക്ക് സംഭാവന വാങ്ങി ശീലമില്ല. ഇതങ്ങ് കൊണ്ടുപോയിക്കോളൂ. ഗോപി കവർ വാങ്ങി കുറെ നേരം നമ്രമുഖനായി നിന്നിട്ട് അയാൾ സാവധാനം നടന്നു നീങ്ങി. തികഞ്ഞ നാടകീയതയോടെ, വാചാലമാവാതെ ലളിതഘടനയിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് ഈ രംഗം. ലക്ഷ്മിയുടെ പേരിൽ ഇത് സ്വീകരിക്കണമെന്ന വാക്കുകൾ പപ്പുവിനെ വല്ലാതെ പ്രകോപിതനാക്കുന്നത് ആ വാക്കുകൾ അയാളുടെ അഭിമാനബോധത്തെ സ്പർശിച്ചതുകൊണ്ട് തന്നെയാണ്. ഓടയിൽ നിന്നും കൈകൊടുത്തുയർത്തിയ ലക്ഷ്മി എന്ന കൊച്ചുകുട്ടിയെ 1940കളിലെ BA-കാരിയാക്കുന്നതിനിടയിൽ നടന്ന അയാളുടെ അത്യാധ്വാനങ്ങളെയും ത്യാഗങ്ങളെയും സഹനങ്ങളെയും കേവല നോട്ടുകളിൽ വിലയിടുന്നതിലുള്ള അമർഷം തന്നെയാണ് പപ്പു പ്രകടമാക്കിയത്. മറ്റൊരു ഘട്ടത്തിൽ, ഇനി കയർ വിൽക്കാൻ പോകേണ്ട, അത് മോളെ കെട്ടാൻ വരുന്നയാൾക്ക് നാണക്കേടുണ്ടാക്കും എന്ന് കല്യാണി പറയുമ്പോഴും സ്വയം ജ്വലിക്കുന്ന പപ്പുവിനെ നമ്മൾ കാണുന്നുണ്ട്. പരാന്നത്തിന്റെ സ്പർശം പോലുമേൽക്കാത്ത വയറാണിതെന്ന് നോവലിസ്റ്റ് കുറിച്ചിടുമ്പോൾ ആ വാചകം പപ്പുവിന്റെ അടയാളപ്പെടുത്തലായി മാറുകയാണ്. നോവലിന്റെ പരിണാമ വഴികളിൽ സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയുമൊക്കെ മാറി മറിച്ചിലുകൾ ലക്ഷ്മിയിലൂടെയും കല്യാണിയിലൂടെയുമെല്ലാം വരച്ചിടുന്നുണ്ട് കേശവദേവ്. പപ്പു ഓടയിൽ നിന്നുമുയർത്തി ജീവിതം നൽകിയ ലക്ഷ്മിക്കോ, ലക്ഷ്മിയിലൂടെ പപ്പുവിന്റെ തണലേറ്റുവാങ്ങിയ കല്യാണിക്കോ പൂർണ്ണമായി പപ്പുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. വർഗബോധം കേവലമായി രൂപപ്പെട്ടുവരുന്ന 1940കളിൽ ഒരു റിക്ഷാ തൊഴിലാളിയെ ആദർശവൽക്കരിച്ചു എന്നത് തന്നെയാണ് ഓടയിൽ നിന്നെന്ന കൃതി സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. ലോലവും സ്നിഗ്ധവുമായ ജീവിത കാമനകളും ഓടയിൽ നിന്നിന്റെ പല ഭാഗത്തും ഒഴുകിപ്പടരുന്നുണ്ട്. കല്യാണി വാതിലിൽ മറഞ്ഞ് പപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പപ്പു തിരിഞ്ഞു നോക്കി. എന്താ കിടക്കാത്തത്? കിടന്നോളാം. ലക്ഷ്മി ഉറങ്ങിയോ? അവൾ ഉറങ്ങി. ഒരു നിശബ്ദത. അയാൾ നിശ്ചലനായി ഇരിക്കുകയാണ്. വീണ്ടും ഒരു ദീർഘനിശ്വാസം. പപ്പു തിരിഞ്ഞു നോക്കി. കല്യാണി എന്തോ പറയുവാൻ ഭാവിച്ചു. അവളത് പറഞ്ഞില്ല. പപ്പു ചോദിച്ചു, ലക്ഷ്മി ഉറങ്ങിയോ? ഓ, അവൾ ഉറങ്ങി. മുമ്പ് ആ ചോദ്യം ചോദിച്ചതും ഉത്തരം പറഞ്ഞതും അവരിരുവരും മറന്നുപോയി. അവർക്കെന്തൊക്കെയോ പറയാനുണ്ട്. പറയാനുള്ളത് പറയാതിരിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. എത്ര മനോഹരമായ പ്രയോഗം അല്ലേ? കാലഘട്ടങ്ങളുടെ വ്യത്യാസത്തെ ഒറ്റ വാചകത്തിലൂടെ പകർത്തിവെക്കുവാൻ കേശവദേവിന് കഴിഞ്ഞിട്ടുണ്ട്. ആ മഹാസമുദ്രത്തിൽ കൊടുങ്കാറ്റിനെയും വൻ തിരകളെയും എതിർത്ത് അവളെ കരപിടിപ്പിച്ച തോണിയത പൊട്ടിയും ചതഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ഓളപ്പാത്തിയിൽ വീണ് ലക്ഷ്യമില്ലാതെ അലയുന്നു. കലുങ്കും ചായക്കടയും കടന്ന ചുമ ബാങ്കിന്റെ മുമ്പിലെത്തി. പിന്നെയും അത് അകന്നകന്ന് പോവുകയാണ്. അമ്മാവൻ, എന്റെ അമ്മാവൻ. അവൾ ജനാലയുടെ ഇരുമ്പഴി പിടിച്ച് മുന്നോട്ട് തള്ളി. ആ ഇരുമ്പഴി അവൾക്ക് വഴിമാറി കൊടുത്തില്ല. ഇരുമ്പ് കേൾക്കുമോ ഹൃദയത്തിന്റെ തുടുപ്പുകൾ?
ആ നെഞ്ചുലയ്ക്കുന്ന രംഗത്തോടെയാണ് ആ ഓടയിൽ നിന്ന് പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. സി രാധാകൃഷ്ണന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഈ പുസ്തക പരിചയം അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. പുരാണ കഥകളും മറ്റും കേട്ട് ഉറങ്ങിയിരുന്ന ഒരു കാലം. ആ കാലത്താണ് പറയ സാഹിത്യത്തിന്റെ വരവ്. കാളനും ഓലനുമൊക്കെ ശീലിച്ച നാവിലേക്ക് കടുമാങ്ങ തീവ്രതയോടെയായിരുന്നു ആ വരവ്. ആകപ്പാടെ എരിഞ്ഞു പുകഞ്ഞ് നീറ്റലോടെ വയർ കത്തുന്നുണ്ടെങ്കിലും അത്യപൂർവമായ രുചി ആ കറിക്കുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ നേർചിത്രമായ ഓടയിൽ നിന്ന് പോലെയുള്ള ക്ലാസിക്കുകൾ നിർബന്ധമായും നിങ്ങളുടെ വായനയുടെയോ അല്ലെങ്കിൽ പുനർവായനയുടെയോ ഭാഗമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു പുസ്തകം എഴുതുക ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിട്ടു. തീർച്ചയായും നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയും അതന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഗതിമാറ്റത്തിന്റെ ഒരു സൂചനയൊക്കെ നൽകുന്ന കൃതി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ നമ്മൾ എതിർപ്പ് എന്ന് പറഞ്ഞ് എഴുതാൻ കാരണം ഇത് തന്നെയാണ്. അത് തന്നെയായിരിക്കും തീർച്ചയായും. നിരവധി എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സി രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അതിനെ ഉപമിച്ചിരിക്കുന്ന തന്നെ കാലനുമോലനൊക്കെ ശീലിച്ചെടുത്ത ഒരു കടുമാങ്ങ കറി നമ്മുടെ വായിലേക്ക് നാവിലേക്ക് എത്തുന്നതിന്റെ ഒരു എരിച്ചിലും പുകച്ചിലും അതുപോലെ തന്നെ ഹൃദ്യമായ രുചിയായിട്ട് പിന്നീട് അത് മാറിപ്പോകുന്നതൊക്കെയാണ്. സാധാരണ നോവലുകൾ സിനിമയാകുന്ന സമയത്ത് അതിന്റെ തിരക്കഥയൊക്കെ എഴുതുന്നത് മറ്റൊരാളായിരിക്കും. പക്ഷെ കേശവദേവ് തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നതും അത് സംവിധാനം ചെയ്തിരിക്കുന്നത് സേതുമാധവൻ. അപ്പൊ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ നോവൽ അതുപോലെ തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ടോ? സിനിമയുടെ ഒരു പ്രത്യേകത അത് ഏറെക്കുറെ ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ കൃതിക്ക് തന്നെ കുറച്ചുകൂടി പ്രചാരം നൽകുവാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വായന ഉണ്ടാകുവാനായിട്ട് സിനിമ സഹായിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. സാധാരണയായിട്ട് സിനിമ രൂപപ്പെടുമ്പോൾ ആ കൃതിയിൽ നിന്നും ഏറെ അകലെയായിരിക്കും അതിന്റെ ഒരു സ്വാഭാവിക തലം എന്ന് പറയുന്നത്. പക്ഷേ ഏറെക്കുറെ ഈ കൃതിയോട് നീതി പുലർത്തി തന്നെയാണ് സിനിമയും രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം രണ്ടും ഒരുപോലെ മുമ്പോട്ട് സഞ്ചരിച്ചിട്ടുള്ളതാണ് എന്നാണ് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാളനും മോലനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നവർക്കിടയിലേക്ക് കടുമാങ്ങ പോലെ എത്തിയ ഒരു സാഹിത്യ പുസ്തകമാണ് ഓടയിൽ നിന്ന് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പി കേശവദേവാണ് അത് എഴുതിയിട്ടുള്ളത്. സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സത്യനും നസീറും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഓടയിൽ നിന്ന് പറഞ്ഞുള്ള സിനിമ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ ഒരു പുസ്തകം ഇന്ന് പല ആൾക്കാരിലേക്കും എത്തിച്ചതിൽ ഒരുപാട് നന്ദി ബിജു പി മംഗലം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും പുതിയൊരു പുസ്തകമായിട്ട്, അത് ക്ലാസിക് ആകാം അല്ലെങ്കിൽ പുതിയ പുസ്തകമാകാം, ആ പുസ്തകത്തിന്റെ പരിചയമായിട്ട് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം. ബിജു പി മംഗലമായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നൊരു ഒരു ക്ലാസിക് നോവൽ തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നോവലുകളൊക്കെ നമ്മൾ വായിച്ചിരിക്കണം അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ നോവലുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ച ഒരു നോവൽ കൂടി തന്നെയാണ് ഓടയിൽ നിന്ന്. എഴുത്തുകളിൽ, സാഹിത്യ രചനകളിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു പുസ്തകം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഓടയിൽ നിന്ന് കയ്യിൽ കിട്ടുന്നവർ ഉറപ്പായിട്ടും വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. ഇപ്പോൾ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.